അതുകൊണ്ടാ. മിടുക്കനാ, മിടുമിടുക്കൻ, സുന്ദരനാ. കുട്ടി കാണാൻ വന്നതാ. മിസ്റ്റർ നായര് താടി മാറ്റി എങ്ങനെ ഇരിക്കും? തന്നെ തന്നെ. കുട്ടിയെ കുട്ടിയെ കാണാൻ ഒരിക്കൽ എന്റെ മോൻ വരുന്നുണ്ട്. അവൻ ഇക്കാര്യത്തിൽ മറ്റവനേക്കാൾ മിടുക്കന. കള്ളി. ഞാൻ അല്പം വൈകിപ്പോയി. അല്ല, എനിക്കൊണ്ടൊരു മോനെ. അവന് വേണ്ടി കുട്ടി ആലോചിക്കാന്ന് കരുതിയപ്പോഴാ നായർ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്. കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. സുന്ദരി കുട്ടി. ടെൻഷൻ ആവാതെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ആ രാജയോഗം എന്റെ കയ്യിൽ ഇരിക്കട്ടെ. എടാ പട്ടി, ഞാൻ പാടുപെട്ട് ട്യൂൺ ചെയ്തെടുത്ത ശൃംഗ നീയായിട്ടത് പൊട്ടിച്ചാളുണ്ടല്ലോ. ഭയങ്കര നാടകുളിയ. മോളോട് സംസാരിക്കാൻ അവന് ഭയങ്കര നാടോന്ന്. എന്റെ പോലെ ഇങ്ങനെയൊന്നും അല്ല, ഭയങ്കര ധൈര്യവാ. അങ്ങള് പോയി അച്ഛൻ അപ്പുറത്തെങ്ങാനും വരുന്നുണ്ടോന്ന് പോയി. അച്ഛനെ കിടന്ന് ഉറങ്ങാ? തുടർന്ന് കാണും. ഇല്ല, ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ പിന്നെ അച്ഛനെല്ലാം പറഞ്ഞു കാണുമല്ലേ. തൊട്ടതിന് സോറി. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ കുട്ടി ഇത്രയും സുന്ദരിയാന്ന് ഞാൻ കരുതിയില്ല. ഫോട്ടോ കണ്ടപ്പോ ഞാനും. ഇപ്പൊ ഒരേ ഒരു ടെൻഷനുള്ളൂ, ക്യാമ്പ് കഴിയുമ്പോ എന്താവോ. അതെന്താ? അല്ല, നമ്മുടെ ഈ കല്യാണം അടിപിടി കല്യാണം അല്ല, അടിപൊളി കല്യാണം. എന്റെ ഒരു ഗതികേട്. ഒരു കള്ളന് പ്രേമിക്കാൻ മറ്റൊരു കള്ളൻ കാവല്. ചതിച്ചോ? എന്താണ് തുണിഞ്ചാരി? നമസ്കാരം. ഇന്നലെ വൈകിട്ട് കാറ്റ് കൊള്ളാൻ പോയപ്പോ അവിടെ വെച്ച് ഞാൻ എന്റെ കേസ് ഡയറി മറന്നു. ഞാനത് എടുക്കാൻ പോവാ. അതിന്റെ വില താങ്കൾക്ക് അറിയില്ല, എനിക്കത് എടുക്കണം. എടുത്തേ പറ്റൂ. അതെടുക്കാതിരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. എന്നാ താനും നോക്കണോ? ഒന്ന് നിന്നേ. അതെടുക്കാതിരിക്കുന്നല്ലേ നല്ലത്. എന്റെ കേസ് ഡയറി ഞാൻ എടുക്കുന്നതിന് നിങ്ങൾ കണ്ടേ? അതിനേക്കാൾ വില പിടിച്ച ഡയറി ഞാൻ തരാം. വിലയിലല്ല പ്രശ്നം, വില പിടിപ്പുള്ള പല രഹസ്യങ്ങളും അതിനകത്തുണ്ട്. അയ്യോ, അത് തന്നെയാണ് എന്റെ പ്രശ്നം. എന്ത്? അതിനേക്കാൾ വില പിടിപ്പുള്ള രഹസ്യങ്ങൾ അവിടെ. എവിടെ? അവിടെ. എവിടെ? ആ ഡയറിയിൽ. അതിനേക്കാൾ നല്ല രഹസ്യമുള്ള ഡയറി ഞാൻ തരാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡയറി മോഷ്ടിച്ചെടുത്ത് അതിലെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ താൻ ചാരനാണോ? അയ്യോ, അത് അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തില്ല. ഒരു പ്രമോഷൻ വേണ്ടോ? ആരെങ്കിലും കാണും, നമുക്ക് അങ്ങോട്ട് പോവാം. അയ്യോ, പോയിക്കോളൂ, ഞാൻ ഇതുവഴി വന്നോളാം. അവനല്ലേ അവൻ? അവൻ തന്നെ. ഇറങ്ങി കളിക്കാൻ പോവാണോ? ഞാനും ഉണ്ടോ നിരക്കാൻ? വഴി ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്റെ വഴി ഞാനിപ്പോ വടിയായാനെ. ഇല്ലടാ അവിടെ. അയ്യോ, അയ്യോ ക്ഷമിക്കണം, ഞാൻ ഒന്ന് കളിക്കാം. അവനെവിടെ? നിങ്ങൾ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചല്ലേ അവൻ? ഉടുതുണി മാറുമ്പോ എന്റെ കുഴി കയറിയെന്ന് തോന്നിവാസം പറയുന്നു. ക്ഷമിക്കണം, ഞാൻ ഞാൻ തുണി മാറുമ്പോ ഇയാള് വന്നിട്ട് മിസ്റ്റർ, മുകളിൽ നിന്നിലെ പുരുഷന്മാർക്ക് പ്രവേശനമില്ലെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ കള്ളന്റെ പുറകെ വന്നതാ. കള്ളൻ വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നോട്ടോ ഇയാളുടേത്. അയ്യോ എന്റെ പൊന്നു മഞ്ഞപ്പെങ്ങളെ, ഇതെന്റെ ജോലിയുടെ പ്രശ്നമാണ്. എനിക്ക് അവനെ കിട്ടണം, കിട്ടിയേ പറ്റൂ. ഇത്തരം ഒരു സ്ഥാപനത്തിൽ കയറി വേണ്ടാതിനും കാട്ടുന്ന ഇയാളെ വെറുതെ വിടരുത്. അയ്യോ എന്താ പ്രശ്നം? എന്താ കാണിച്ചെന്നറിയോ? സ്ത്രീകൾ ഡ്രസ് മാറി നിർത്തിയെന്ന് ഒളിഞ്ഞു നോക്കി. ഒളിഞ്ഞു നോക്കാൻ പോയതല്ല, പിടിക്കാൻ പോയതാ. നിരപരാധിയായ ഒരു പോലീസുകാരനെ കുരിശി തറക്കരുത് കുഞ്ഞു പെങ്ങളെ. അവൻ അകത്തുണ്ട്, അവനെ പിടിക്കാൻ പോയതാ. അവൻ ഇയാൾക്ക് വട്ടന്റെ അപ്പനാടാ പുല്ല. ക്ലാസ്മേറ്റ് ആയതുകൊണ്ട് മാത്രം അയാൾക്ക് ഇവിടെ റൂം കൊടുത്തത്. ഇമ്മാതിരി അലവലാതെയാണെന്നുള്ള വിവരം ഞമ്മക്കറിയോ? അയ്യോ കൂട്ടുകാരാ, മതി മതി, ഞാനേക്കുള്ള ഒരു രോഗിയുമില്ല. ഇമ്മാതിരി കുരുത്തകൾ കളിച്ചവനെ എത്രയും പെട്ടെന്ന് ഗേറ്റിന് പുറത്താക്കി വാതിൽ എടുക്കാൻ വേണ്ടത്. വേണി രണ്ടും പൊട്ടിച്ചാലും കുഴപ്പമില്ല. അയ്യോ
ചതിക്കരുത് കൂട്ടുകാരെ, അവരെ പറഞ്ഞു പ്രേരിപ്പിച്ച് എന്നെ ഇടിപ്പിക്കരുത്. ദേ അവൻ ഇതിനകത്തുണ്ട്, എന്റെ ഏര ഇതിനകത്തുണ്ട്. വിളിച്ചാളിപ്പോ കണ്ടേ ശ്രീലംബാരൻ. അയ്യോ സാറേ, ഞാൻ ആ സ്വഭാവക്കാരനല്ല. ഇയാളെ പിടിച്ച് അയ്യോ, പുറത്താക്കാൻ വരട്ടെ. എന്റെ പൊന്നു മാനേജർ സാറേ, ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ എന്റെ അന്വേഷണം ഒന്ന് പൂർത്തിയായിക്കോട്ടെ. പുറത്ത് അയ്യോ, പുറത്ത് വെച്ച് പറ്റില്ല. ഇതായിട്ട് ബാക്കി വെക്കേണ്ട അടുത്തോട്ട് പോ. ഡാനിയലേ, ഏത് നായ്ക്ക് ഒരു ദിവസം വരുവാടാ, അന്ന് ഞാൻ നിന്നെ കടിച്ചോളാം. അവിടെ പടി ഇടറാ, അവിടെ നിന്നാ. ഗേറ്റിന് പുറത്താക്കാനല്ലേ പറ്റൂ. തണുത്ത് പറച്ച് ചത്താലും ശരി, ഇതിനകത്ത് അവന്മാരുണ്ടെങ്കിൽ അവന്മാരെയും കൊണ്ട് ഞാൻ പോവും. പൗർണമി ആയോണ്ട് നല്ല നിലാവുണ്ട്. നിർത്താൻ കാണണമെങ്കിൽ തുടക്കം മുതലേ കാണണം. പെട്ടെന്ന് വാ. ശബ്ദം ഉണ്ടാക്കില്ല. ഓടി ഇവരെല്ലാം എങ്ങോട്ടേക്കായി പോകുന്നേ? പുറകെ കൂടുതൽ തന്നെ. ശബ്ദം ഉണ്ടാക്കല്ലേ, ശബ്ദം ഉണ്ടാക്കല്ലേ. എങ്ങനെയുണ്ട് ഡാൻസ്? കലക്കൻ. നല്ല പറ. ആരോള അർദ്ധരാത്രി മതില് ചാടി തെണ്ടാൻ നടക്കണോ? ഞങ്ങള് കാറ്റോളാ പോയതാ. കാറ്റ് പോകാൻ കാലത്താ ഒരു കാറ്റ് കൊള്ളല്. നാളല്ലല്ലോ ഈ വയസ്സുകാലത്ത്. അപ്പൂപ്പന്മാരുടെ മക്കളുടെ മക്കൾക്ക് വരെ കല്യാണപ്രായം എത്തിക്കാണുമല്ലോ. എന്നിട്ടും വേണോ ഇയാളക്കാം? നിങ്ങളെ ഞാൻ അന്നേ നോട്ട് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ലീഡർ നിങ്ങളല്ലേ? ഞാനല്ല, ഇങ്ങേരാ. ഞാനൊരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ തന്നെ 3 ഉണ്ടല്ലോ കസ്റ്റഡിയില്. ഇനിയും വേണോ? അതൊക്കെ പുള്ളിയുടെ ഒരു ഹോബിയാ. Shut up. നാളെ നേരം പുലർന്നാൽ എല്ലാരും തിരിച്ചു വെക്കണം. വീട്ടിലേക്ക് മാത്രം ഞങ്ങളെ തിരിച്ചയക്കല്ലേ. ഒരു കാലത്ത് ഞങ്ങളെ പുറത്താക്കല്ലേ. പുറത്താകെ ഞങ്ങൾ അകത്താകും. ഇതെന്റെ ഭാര്യ അറിഞ്ഞാൽ അവളെ കൊല്ലും. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ലേ? ഈ കോമ്പൗണ്ട് വിട്ട് ആരും വെളിയിൽ പോകരുത്. എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോണം. നിങ്ങൾക്കും വരാമായിരുന്നില്ലേ? നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എവിടെ പോയി എല്ലാവരും? എവിടെ പോയി? അയ്യോ, ചാന്ദസുന്ദരം! ചാലുകൈ കുളിർക്കുജങ്ങളും കുളിച്ചാലസൻ മുഖമുയർത്തി നീണ്ടത് ആലുവ പുഴയിൽ അമ്പുജാക്ഷിമാർ. ഞാൻ പറയാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയ നിബന്ധനകൾ നിങ്ങളുടെ സുരക്ഷിതത്വത്തിനും നന്മയ്ക്കും വേണ്ടിയായിരുന്നു. എന്നാൽ അത് നിങ്ങളെ വിഷമിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ വൈകിപ്പോയി. അതിന്റെ പ്രതികരണമായിരുന്നല്ലോ ഇന്നലത്തെ പ്രകടനം. ഇത്തരം ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയട്ടെ. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ
നിങ്ങൾക്ക് പുറത്തു പോകാം. ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടം പോലെ. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ കൂടെ പഠിച്ച സുഹൃത്തെ 2 ചോട്ടാ കള്ളന്മാര് കാരണം പെൻഷൻ തരാതെ പോലീസിൽ നിന്നും നാളെ എന്നെ പിരിച്ചുവിടുകയാണ്. ഇതുമൂലമുണ്ടായ നാണക്കേടും മാനഹാനിയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. എന്റെ മരണത്തിന് പ്രസ്തുത 2 പ്രതികളും നിങ്ങളുമാണ് ഉത്തരവാദികൾ. ലോകത്തെ വെറുക്കുന്ന ഒരു പാവം പോലീസുകാരൻ, ഉച്ചക്കഞ്ഞി രുദ്രംപിള്ള. ഒപ്പ്. വീട്ടിൽ പോയി കഞ്ഞി കുടിച്ചിട്ട് ചത്താ കൊള്ളാവുന്നുണ്ടായിരുന്നു. സാരമല്ലേ, ഇത് കഴിഞ്ഞിട്ട് കുടിക്കാം. ദൈവം